Hi all, welcome back. അടുത്ത ടോപ്പിക്കാണ് സ്കൂൾ പ്ലാൻ. According to 2009 Right of Children to Free and Compulsory Education Act, School Management Committee is required to create a school development plan. അതായത് ഈ റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് ഉണ്ടല്ലോ, ആ ആക്ട് പ്രകാരം സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികളുടെ സ്കൂൾ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള പ്ലാന് പ്രിപ്പയർ ചെയ്ത് തയ്യാറാക്കേണ്ടതാണ്. At least 3 months before to the conclusion of this fiscal year, the committee must draft the STP പ്ലാൻ. ഓക്കെ, അതായത് ഇപ്പോ ഈ നടന്നുകൊണ്ടിരിക്കുന്ന വർഷം അവസാനിക്കുന്നതിന് കുറഞ്ഞത് 3 മാസം മുമ്പേ ഈ കമ്മിറ്റി എന്ത് ചെയ്യണം? സ്കൂൾ വികസന പദ്ധതി തയ്യാറാക്കണം. ഓക്കെ, the school growth must be a 3-year document with 3 annual sub plans. സ്കൂൾ വികസന പദ്ധതി എന്ന 3 വർഷത്തേക്കുള്ളതായിരിക്കണം. അതിൽ ഓരോ വർഷത്തിനും പ്രത്യേക പദ്ധതികൾ വേണം. The school development plan is the school improvement strategy. It outlines the steps that a school will take to improve students' outcome. അപ്പൊ സ്കൂൾ വികസന പദ്ധതി പറഞ്ഞാൽ സ്കൂളിന്റെ പുരോഗതി എത്രത്തോളം പുരോഗതി നമുക്ക് നേടാനാവോ അതിനുള്ള ഒരു തന്ത്രമാണ് അല്ലെ. വിദ്യാർത്ഥികളുടെ ഫലങ്ങൾ മെച്ചപ്പെടുത്താനും സ്കൂൾ സ്വീകരിക്കുന്ന നടപടികളെ അത് വ്യക്തമാക്കിയിരിക്കണം. പിന്നെ സ്കൂൾ ഡെവലപ്മെന്റ് പ്ലാനിംഗ് ഈസ് എ പ്രോസസ് കണ്ടക്ടഡ് ബൈ ദ സ്കൂൾ കമ്മ്യൂണിറ്റി ടു ഗൈഡ് ദ സ്കൂൾസ് എഫേർട്സ് ടു എൻഷുർ ദാറ്റ് ഓൾ സ്റ്റുഡൻസ് റിസീവ് എ ക്വാളിറ്റി എഡ്യൂക്കേഷൻ. സ്കൂൾ വികസന പദ്ധതി മുഴുവൻ സ്കൂൾ സമൂഹവും ചേർന്ന് തയ്യാറാക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ അതിൽ എല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അതിനുള്ള ശ്രമങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ ആ പ്രക്രിയയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവണം. നെക്സ്റ്റ്, ഇറ്റ് ഈസ് എ 3-year എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് പ്ലാൻ ദാറ്റ് ഔട്ട്ലൈൻസ് ദ സ്കൂൾസ് വിഷൻ ആൻഡ് മിഷൻ. സോ ഇത് 3 വർഷത്തേക്കുള്ള ഒരു വിദ്യാഭ്യാസ വികസന പദ്ധതിയാണ്. ഇത് സ്കൂളിന്റെ വിഷനും അതേപോലെ ദൗത്യവും അതിൽ വ്യക്തമാക്കപ്പെടുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ്, ഇറ്റ് ഇൻക്ലൂഡ്സ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സ്കൂൾ കമ്മ്യൂണിറ്റി, പ്രോബ്ലം ആൻഡ് നീഡ്സ്, ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, എ പ്ലാൻ ഫോർ എക്സിക്യൂഷൻ, monitoring and evaluation, advocacy, documentation and reporting to stakeholders. ഇതില് സ്കൂളിന്റെ വിവരണം, പിന്നെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും ലക്ഷ്യങ്ങള് ഉദ്ദേശങ്ങള്, ഇനി അവരെന്തൊക്കെ പദ്ധതികളാണ് നടപ്പാക്കാൻ പോകുന്നത്, പിന്നെ നിരീക്ഷണങ്ങള്, പിന്നെ മൂല്യനിർണ്ണയം ഇവാലുവേഷൻ ഒക്കെ, അഡ്വക്കസി, ഡോക്യുമെന്റ്, റിപ്പോർട്ടിംഗ് ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ്, പിന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനുള്ള റിപ്പോർട്ടുകള്, പിന്നെ അവബോധന പ്രവർത്തികള് എല്ലാം രേഖപ്പെടുത്തുക. അങ്ങനെയുള്ള എല്ലാ എല്ലാ റിപ്പോർട്ടും ഏതിലാണ് ഉൾക്കൊള്ളുന്നത്? ഈ സ്കൂൾ പ്ലാനിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് സ്കൂൾ ഡെവലപ്മെന്റ് പ്ലാൻ. The primary objective of school development planning is to contribute to the continual improvement of the quality of learning and teaching through a process of ongoing planning, evaluation and assessment. ഇപ്പൊ ഇത് സ്കൂൾ വികസന പദ്ധതിയാണ്. ഇതിലെ പ്രധാന ലക്ഷ്യം എന്താണ്? തുടർച്ചയായ പദ്ധതിയുടെ കണ്ടിന്യൂൽ ഇംപ്രൂവ്മെന്റ്, പിന്നെ എന്താണ്? ക്വാളിറ്റി ഓഫ് ലേണിംഗ്, എത്രത്തോളം ക്വാളിറ്റി ഉള്ള ലേണിംഗും ടീച്ചിങ്ങും ആണ് അവിടെ നടക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്യല്, പിന്നെ മൂല്യനിർണ്ണയം നടത്തല്, പിന്നെ വിലയിരുത്തല് എന്നിവ ഇതിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തും. It provides a method of systematic self-evaluation that allows the school committee to assess its success, identify priorities and develop strategies for further improvement. ഇത് സ്കൂൾ വന്നിട്ട് സ്വയം അവര് മൂല്യനിർണ്ണയം നടത്താനും വിജയവും പിന്നെ കുറവുകൾ തിരിച്ചറിയാനും പിന്നെ മെച്ചപ്പെടുത്താനുള്ള ഓരോ സ്ട്രാറ്റജികൾ ഉണ്ടല്ലോ, അത് രൂപപ്പെടുത്താനും സഹായിക്കുന്നു. ഇറ്റ് പ്രൊമോട്ട് സ്കൂൾ എഫക്റ്റീവ്നെസ് ബൈ എനേബിളിംഗ് ദ സ്കൂൾ കമ്മ്യൂണിറ്റി ടു ഡെവലപ്പ് എ ക്ലിയർ വിഷൻ. അപ്പൊ സ്കൂൾ സമൂഹത്തിന് വ്യക്തമായ ദർശനം, വിഷൻ, ലക്ഷ്യം രൂപപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്കൂളിന് കാര്യക്ഷമത വർദ്ധിക്കും. ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ദ process is to improve student achievement levels by enhancing the way curriculum is delivered. അപ്പൊ ഈ പ്രക്രിയയുടെ അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? പാഠ്യപദ്ധതി പഠിപ്പിക്കുന്ന രീതി, പഠനാന്തരീക്ഷം മെച്ചപ്പെടുത്താൻ വേണ്ടി വിദ്യാർത്ഥികൾക്ക് നേട്ടം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഉള്ളതായിരിക്കണം. By creating a positive learning environment
and increasing the degree to which parents are involved in the child's learning. അപ്പൊ നല്ലൊരു പഠന അന്തരീക്ഷം സൃഷ്ടിക്കുക. പിന്നെ കുട്ടികളുടെ പഠനത്തില് രക്ഷിതാക്കളുടെ പങ്കാളിത്തം വളരെ അത്യാവശ്യമാണല്ലോ അല്ലെ. അപ്പൊ അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ STP പ്ലാൻ. ഓക്കെ, സ്കൂൾ ഡെവലപ്മെന്റ് പ്ലാൻ ഗ്യാരണ്ടീസ് എ ചൈൽഡ് ഫ്രണ്ട്ലി, ബാരിയർ ഫ്രീ, സെക്യൂർ ആൻഡ് എസ്തെറ്റിക്കലി പ്ലീസിങ് സ്കൂൾ എൻവയോൺമെന്റ്. അപ്പൊ സ്കൂള് ഈ വികസന പദ്ധതി ഉണ്ടല്ലോ, ഡെവലപ്മെന്റ് പ്ലാന്, അതില് കുട്ടിക്ക് നല്ല ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും പിന്നെ എന്താണ് ബാരിയർ ഫ്രീ, തടസ്സങ്ങളൊന്നും ഉണ്ടാവാത്തതും, സെക്യൂർ സുരക്ഷിതമായിട്ടുള്ളതും, പിന്നെ എസ്തെറ്റിക്കലി പ്ലീസിംഗ് എന്ന് പറഞ്ഞാൽ ആകർഷം തോന്നുന്ന ഒരു പഠന അന്തരീക്ഷം ഉറപ്പാക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ് വിൽ അസിസ്റ്റ് സ്കൂൾ ഇൻ focusing its limited resources on its most pressing requirement. സോ സ്കൂളിൽ ലഭ്യമായ പരിമിതമായ വിഭവങ്ങൾ ഉണ്ടാവുള്ള ഏറ്റവും ആവശ്യമുള്ള മേഖലകളിൽ കേന്ദ്രീകരിക്കാൻ ഇത് സഹായിക്കും കേട്ടോ. അടുത്തത്, ഇറ്റ് ഹെൽപ്സ് ദ സ്കൂൾ ഡെവലപ്പ് ഇറ്റ്സ് എംപ്ലോയി സോ ദാറ്റ് ഇറ്റ് ക്യാൻ അക്കോംപ്ലിഷ് ഇറ്റ് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഇറ്റ് എൻകറേജസ് ദ പ്രൊഫഷണൽ ഗ്രോത്ത് ഓഫ് എഡ്യൂക്കേറ്റേഴ്സ്. അപ്പൊ സ്കൂളിലെ അധ്യാപകരും മറ്റു ജീവനക്കാരും അവരുടെയൊക്കെ പ്രൊഫഷണൽ വളർച്ച ഉറപ്പാക്കി ലക്ഷ്യങ്ങൾ നേടാൻ സ്കൂളിന് ഇത് സഹായിക്കും. ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് കോമൺ ഗോൾ ബിറ്റ്വീൻ ടീച്ചേഴ്സ് ആൻഡ് പാരന്റ്സ് ആൻഡ് പ്രൊവൈഡ് മീനിങ്ഫുൾ ഓപ്പർച്യൂണിറ്റീസ് ഫോർ പാർട്ടിസിപ്പേഷൻ. ഇത് അധ്യാപകരും രക്ഷിതാക്കൾക്കും ഇടയിലുള്ള പൊതുവായ ലക്ഷ്യങ്ങളെ വികസിപ്പിക്കുക. അതായത് എല്ലാവർക്കും എന്താണ്, കുട്ടികൾ നല്ല എഡ്യൂക്കേഷൻ കിട്ടണം എന്നുള്ളതല്ല ലക്ഷ്യം. അപ്പൊ അത് വികസിപ്പിക്കാനും അവർക്ക് സ്കൂളില് ഈ പാരന്റ്സിന് സ്കൂളിൽ പങ്കാളികളാണുള്ള അവസരങ്ങൾ, അതായത് ഈ PTA, MTA എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ. ദ സ്കൂൾ ഡെവലപ്മെന്റ് പ്ലാൻ വിൽ എയ്ഡ് ഇൻ മെയിൻറ്റെയിനിങ് എ ഫോക്കസ് ഓൺ ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രയോറിറ്റൈസിംഗ് ദ ടാസ്ക് നെസസറി ടു അറ്റൈൻ ദീസ് ഒബ്ജക്റ്റീവ്സ്. അപ്പോ ഇതില് എന്താവും, ലോങ് ടേം പ്ലാനുകൾ, അപ്പോൾ പ്ലാനുകളും പിന്നെ അതിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും, അവ പ്ലാൻ ചെയ്താൽ മാത്രം മതിയോ, അവ കൈവരിക്കണ്ടേ, അതിന് വേണ്ട പ്രവർത്തനങ്ങളും ഒക്കെ മുൻഗണന നൽകിക്കൊണ്ടുള്ളതായിരിക്കും. ഈ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ STP പ്ലാന് നമ്മൾ സഹായിക്കും. ടൈം ടേബിൾ, മീനിങ് ഓഫ് ടൈം ടേബിൾ. ഓക്കെ, എ ടൈം ടേബിൾ ഇസ് എ ഡീറ്റെയിൽഡ് പ്ലാൻ depicting the allocation of time to different disciplines and activities. അപ്പൊ ടൈം ടേബിൾ എന്നത് എന്താണ്, വിവിധ വിഷയങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്കും സമയം നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ള വിശദമായ ഒരു പദ്ധതിയാണ് കേട്ടോ ടൈം ടേബിൾ. ടിപ്പിക്കലി ടൈം ടേബിൾസ് ആർ പെയ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ എ വീക്ക് ടു ബി റിപ്പീറ്റഡ്. സാധാരണയായി ടൈം ടേബിൾ എന്താണ്, ഒരാഴ്ചക്ക് മുൻകൂട്ടി നമ്മൾ റെഡിയാക്കും, പിന്നീട് അത് ആവർത്തിച്ച് ഉപയോഗിക്കും അല്ലെ. ഓൾ സ്കൂൾ വർക്ക് ഈസ് ക്യാരി ഔട്ട് മെത്തോഡിക്കലി അക്കോർഡൻസ് വിത്ത് ഷെഡ്യൂൾ. സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളും ടൈം ടേബിൾ അനുസരിച്ച് ക്രമമായിട്ട് നടത്തുന്നത്. ടൈം ടേബിൾ ഈസ് റിഫേർഡ് ടു ആസ് ദ സെക്കൻഡ് സ്കൂൾ ക്ലോക്ക്. അതുകൊണ്ടാണ് ടൈം ടേബിളിനെ സ്കൂളിന്റെ രണ്ടാമത്തെ ക്ലോക്ക് എന്ന് വിളിക്കുന്നത്. അപ്പൊ പിന്നെ അടുത്തതാണ് നീഡ് ഫോർ എ ടൈം ടേബിൾ. A school operation cannot be managed effectively without the timetable. അതായത് ടൈം ടേബിൾ ഇല്ലാതെ ഒരു സ്കൂളും നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിയില്ല, അത് പ്രവർത്തിക്കാനോ നിയന്ത്രിക്കാനോ കഴിയില്ല. Thus the headmaster is aware of the work of each class and teacher. ഈ ഇങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടെങ്കിൽ മാത്രമേ ഹെഡ് മാസ്റ്റർക്ക് ഓരോ ക്ലാസ്സിലും ഓരോ അധ്യാപകരും എന്ത് ജോലികളാണ് ചെയ്യുന്നത് എന്ന് വ്യക്തമായിട്ട് അറിയാൻ കഴിയുള്ളൂ. ദ ഷെഡ്യൂൾ വിൽ അസിസ്റ്റ് ഹിം ഇൻ എഫിഷ്യന്റ്ലി ക്യാരിങ് ഔട്ട് സ്കൂൾ ഡ്യൂട്ടീസ്. അപ്പോ സ്കൂളിന്റെ ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കറക്റ്റ് ആയിട്ട് നടത്താന് ഏതാണ് സഹായിക്കുന്നത് വെച്ചാൽ ടൈം ടേബിൾ. ഓക്കെ, അടുത്തതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ടൈം ടേബിൾ. എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണ് ടൈം ടേബിളിൽ ഉള്ളത്? ഇറ്റ് എൻഷുവേഴ്സ് വർക്ക് എഫിഷ്യൻസി. ഇത് നമ്മളെ വർക്ക് വന്നിട്ട് എഫിഷ്യന്റ് ആയിട്ട് നടക്കാൻ സഹായിക്കുന്നുണ്ട്, ഉറപ്പാക്കുന്നുണ്ട്. അത് വർക്ക് ഒക്കെ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഇറ്റ് സേവ്സ് ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് ടൈം ആൻഡ് എഫേർട്ട് ബൈ മിനിമൈസിങ് ഡ്യൂപ്ലിക്കേഷൻ ആൻഡ് ഓവർലാപ്പ്. ഒരേ ജോലി ആവർത്തിക്കപ്പെടുമല്ലോ, അതിന് തമ്മിൽ ഒരു ക്ലാഷ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സമയം ക്ലാഷ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ടൈം ടേബിള് പിന്നെ എന്ത് സഹായിക്കുന്നുണ്ട്. ഇറ്റ് എൻഷുവേഴ്സ് ദ അപ്രോപ്രിയേറ്റ് അലൊക്കേഷൻ ഓഫ്
ടൈം ഓഫ് വേരിയസ് സബ്ജക്ട് ആൻഡ് ആക്ടിവിറ്റീസ്. വിവിധ വിഷയങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്ക് ആവശ്യത്തിന് സമയം നിശ്ചയിച്ച് നൽകാൻ ടൈം ടേബിൾ കൊണ്ട് സഹായിക്കും. ഇറ്റ് എൻഷുവേഴ്സ് ദ ഈക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് ബിറ്റ്വീൻ ടീച്ചേഴ്സ്. അപ്പോൾ ടൈം ടേബിൾ ഉണ്ടെങ്കിൽ ഓരോ ടീച്ചേഴ്സിനും തുല്യമായ വർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ. സ്കൂളിൽ ഓർഡറും ഡിസിപ്ലിനും വേണമെങ്കിൽ ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. കണ്ടന്റ് ഓഫ് ടൈം ടേബിൾ, ദ സ്റ്റാർട്ട് ആൻഡ് ഫിനിഷ് ടൈം ഓഫ് ദ സ്കൂൾ ഡേ. അതിൽ എന്തൊക്കെ ഉണ്ടാവും വെച്ചാൽ സ്കൂൾ ആരംഭിക്കുന്ന സമയം അവസാനിക്കുന്ന സമയം. ദ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഓഫ് ടൈംസ് ഓഫ് ഈച്ച് പീരിയഡ്. ഓരോ പീരീഡും എത്ര ടൈമാണ് വേണ്ടത് എന്നുള്ളതും അതിലുണ്ടാവും. സബ്ജക്ട് ആൻഡ് ആക്ടിവിറ്റീസ് വിത്ത് അലോട്ടഡ് ടൈം. ഓരോ വിഷയത്തിനും ഓരോ ആക്ടിവിറ്റീസിനും കറക്റ്റ് ആയിട്ടുള്ള ടൈം അലോട്ട് ചെയ്യാൻ കഴിയും. ദ ടീച്ചേഴ്സ് നെയിം ഫോർ ഈച്ച് പീരിയഡ്. ഓരോ പീരിയഡിനും ഏത് ടീച്ചറാണ് ഏത് സബ്ജക്റ്റ് ആണ് എടുക്കുന്നത് എന്നുള്ളത് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ക്ലാസ് റൂം ഓർ വെന്യൂ, അതേപോലെ ക്ലാസ് റൂമിന്റെ ഡീറ്റെയിൽസും അതിലുണ്ടാവും. റീസസ് ആൻഡ് ബ്രേക്സ്, ഇടവേളകൾ ഉണ്ടല്ലോ, റീസസ് ബ്രേക്സ്, ലഞ്ച് ബ്രേക്സ് ഒക്കെ അതിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ടാവും. നെക്സ്റ്റ് ഈസ് ടൈപ്സ് ഓഫ് ടൈം ടേബിൾ. ദർ ആർ 3 ടൈപ്സ് ഓഫ് ടൈം ടേബിൾ. 3 ടൈപ്പ് ടൈം ടേബിൾ ആണുള്ളത്. ഒന്ന് ക്ലാസ് ടൈം ടേബിൾ, രണ്ടാമത്തെ ടീച്ചേഴ്സ് ടൈം ടേബിൾ, മൂന്നാമത്തെ മാസ്റ്റേഴ്സ് ടൈം ടേബിൾ. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ടൈം ടേബിൾ എന്താണ്? ക്ലാസ്സിലെ സബ്ജക്റ്റുകൾ അതില് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ടീച്ചേഴ്സ് ടൈം ടേബിൾ എന്താണ്? ഓരോ അധ്യാപകരും ഏത് സമയത്താണ് ഏത് ക്ലാസ്സിലാണ് പഠിപ്പിക്കേണ്ടതെന്ന് കാണിക്കുന്ന ഒരു ടേബിൾ ആയിരിക്കും. മാസ്റ്റേഴ്സ് ടൈം ടേബിൾ എന്താണ്? മുഴുവൻ സ്കൂളിന്റെ എല്ലാ ക്ലാസ്സും എല്ലാ സബ്ജക്റ്റും ആ ടൈമിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയുന്നതാണ് മാസ്റ്റേഴ്സ് ടൈം ടേബിൾ. അത് ഹെഡ് മാസ്റ്ററുടെ കയ്യിലായിരിക്കും ഉണ്ടാവും. ഇൻ അഡീഷൻ ടു ദ അബോ, ഇറ്റ്സ് ബെറ്റർ ടു പ്രിപ്പയർ ആൻഡ് മെയിൻറ്റെയിൻ സെപ്പറേറ്റ് ടൈം ടേബിൾ സച്ച് എസ് ടീച്ചർ ലെഷർ ടൈം ടേബിൾ. അപ്പോൾ ടീച്ചേഴ്സിന് വിശ്രമം ഉണ്ടാവില്ലേ? അതായത് ഇപ്പൊ മോർണിംഗ് ടു ഈവനിങ് 8 പീരിയഡ്സ് ആണ് ഒരു സ്കൂളിൽ ഉള്ളതെങ്കിൽ എല്ലാ ടീച്ചേഴ്സും 8 അവറും എൻഗേജ്ഡ് ആയിരിക്കില്ല. ചിലവർക്ക് 2 പീരിയഡ്സ് ഒക്കെ ഓഫ് ഉണ്ടാവും. അപ്പൊ അതുകൂടെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആക്ടിവിറ്റീസ് ടൈം ടേബിൾ, പിന്നെ നമ്മൾ ഓരോ ആക്ടിവിറ്റീസ്, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു സ്കൂളിൽ ഫ്രൈഡേസിൽ വേറെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ടൈമും കൂടെ ഇവിടെ അലോട്ട് ചെയ്തിട്ടുണ്ടാവും. റൂം ടൈം ടേബിള്, പിന്നെ ഹോംവർക്ക് ടൈം ടേബിൾ. ആ റൂം ടൈം ടേബിൾ പറഞ്ഞാൽ ഓരോ റൂംസും, അതായത് ലൈബ്രറി, ലാബ്, അതൊക്കെ ഏത് ടൈമിലാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഓരോ ക്ലാസ്സിനും പ്രത്യേകം ടൈം അലോട്ട് ചെയ്തിട്ടുണ്ടാവും. പ്രിൻസിപ്പിൾസ് ഓഫ് ടൈം ടേബിൾ കൺസ്ട്രക്ഷൻ. ഓരോ ടൈം ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴും എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ടൈം ടേബിൾ പ്രൊവൈഡ്സ് എ ക്ലിയർ ആൻഡ് കോംപ്രഹെൻസീവ് പിക്ചർ ഓഫ് സ്കൂൾ ആക്ടിവിറ്റീസ്. ഈ ടൈം ടേബിൾ കൊണ്ട് നമുക്ക് എന്താവും? ഒരു സ്കൂളിൽ എന്ത് ആക്ടിവിറ്റിയാണ് ആ ടൈമിൽ നടക്കുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ കഴിയും. വാട്ട് വർക്ക് ഈസ് ബീങ് പെർഫോംഡ് ഡ്യൂറിങ് വിച്ച് പീരിയഡ് ബൈ ഹൂം അറ്റ് വാട്ട് ടൈം. അതായത് ഏത് ക്ലാസ്സിൽ ഏത് ടീച്ചറാണ് എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ടൈം ടേബിൾ നോക്കിയാൽ തന്നെ അറിയാൻ കഴിയും. പിന്നെ ദ ഫോളോയിങ് ഗൈഡ് ലൈൻസ് മസ്റ്റ് ബി കൺസിഡർഡ് വൈ ക്രിയേറ്റിംഗ് ആൻ എഫക്റ്റീവ് ഷെഡ്യൂൾ. ഓരോ ഷെഡ്യൂൾ ഇടുമ്പോഴും ഈ ഗൈഡ് ലൈൻസ് ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അതായത് ടൈപ്പ് ഓഫ് സ്കൂള് വി സി ഫസ്റ്റ്ലി വെദർ സ്കൂൾ ഈസ് ഗേൾസ് ബോയ്സ് ഓറിയന്റഡ് ഓർ കോ എഡ്യൂക്കേഷണൽ. അതായത് സ്കൂളുകൾ വന്നിട്ട് ആൺകുട്ടികൾ മാത്രമാണോ പെൺകുട്ടികൾ മാത്രമാണോ, അതോ കോ എഡ്യൂക്കേഷൻ ആണോ, അത് റൂറൽ ഏരിയയിലാണോ, അതോ അർബൻ ഏരിയയിലാണോ, അതായത് നഗരത്തിലോ ഗ്രാമത്തിലാണോ, പിന്നെ സെക്കൻഡറി ആണോ അതോ സീനിയർ സെക്കൻഡറി ആണോ, അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ട് വേണം, അതിനനുസരിച്ച് വേണം ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്യാൻ. അടുത്തതാണ് എമൗണ്ട് ഓഫ് ടൈം അവൈലബിൾ. ടൈം ടേബിൾ ഇസ് ഫ്രെയിം കീപ്പിംഗ് ഇൻ വ്യൂ അവൈലബിൾ ടൈം, ദ ലെങ്ത് ഓഫ് ദ സ്കൂൾ ഇയർ ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഹോളിഡേയ്സ്. ഈ ടൈം ടേബിളിൽ ഒരു വർഷം എത്ര ക്ലാസ്സസ്, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു അക്കാഡമിക് ഇയറിൽ 216 വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ എത്ര ലീവ് ഡേയ്സ് ഉണ്ടാവും, അതിൽ എത്ര പബ്ലിക് ഹോളിഡേയ്സ് ആണ്, അങ്ങനെയുള്ളതൊക്കെ ഈ ടൈം ടേബിൾ ഫസ്റ്റ് നമ്മൾ പ്രീ ഷെഡ്യൂൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഡിപ്പാർട്ട്മെന്റ് ആൻഡ് റെഗുലേഷൻ, വിദ്യാഭ്യാസ വകുപ്പ് ഓരോ നമുക്ക് നമ്മുടെ DO ഓഫീസിൽ നിന്ന് ഒക്കെ തരുന്ന പിന്നെ ഒരു അക്കാഡമിക് കാലണ്ടർ വെച്ചിട്ടാണ് നമ്മൾ ഈ വർഷം ഇത്ര ദിവസം ഇത്ര പീരീഡ് എന്നൊക്കെ നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ്, അധ്യാപകർക്ക് അവരുടെ
യോഗ്യതക്കനുസരിച്ച് ജോലി തുല്യമായിട്ട് നൽകുക. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ്. പിന്നെ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ആൻഡ് ഡിഫിക്കൽറ്റി വാല്യൂ ഓഫ് സബ്ജക്ട്. വിഷയങ്ങളുടെ പ്രാധാന്യം, അതിന് ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലേ, അതിനനുസരിച്ച് സമയം. ഇപ്പൊ മാത്സിന്, കെമിസ്ട്രിക്ക്, ഫിസിക്സിനൊക്കെ കുറെ ടൈം അലോട്ട് ചെയ്യേണ്ടി വരും. മറ്റുള്ള ലാംഗ്വേജസിനൊന്നും അത്ര സമയം ചിലപ്പോൾ വേണ്ടി വരില്ല. അപ്പൊ ഒരു 1 വീക്കില് ഈ ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ, കോർ സബ്ജക്റ്റിനൊക്കെ ആയിരിക്കും കൂടുതൽ പീരിയഡ്സ് അലോട്ട് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഇൻസിഡൻസ് ഓഫ് ഫറ്റീഗ്, കുട്ടികൾക്ക് ക്ഷീണം കൂടുന്ന സമയങ്ങള് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ ഒഴിവാക്കും. അതായത് ഉച്ച സമയത്ത്, ഉച്ചയ്ക്ക് ശേഷം ആഫ്റ്റർ ദ ലഞ്ച് പോയിട്ട് ഹിസ്റ്ററി പോലുള്ള സബ്ജക്റ്റുകളൊക്കെ മാറ്റി വേറെ ആക്ടിവിറ്റീസ് ഓറിയന്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ ആയിരിക്കും അധികം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. പ്രിൻസിപ്പിൾ ഓഫ് വെറൈറ്റി, ഒരേ വിഷയത്തിന് തുടർച്ചയായി വെക്കാണ്ട്, അതായത് മോർണിംഗ് ഫസ്റ്റ് അവർ ഇംഗ്ലീഷ്, സെക്കൻഡ് അവർ വേറെ, പിന്നെ തേർഡ് അവർ വീണ്ടും ഇംഗ്ലീഷ്, അങ്ങനെ ആവാതെ എല്ലാം ഓർഡർ ആയിട്ട് വരുന്ന പോലെ നമ്മൾ അത് കൺസ്ട്രക്ട് ചെയ്യണം. ഫ്രീ പീരിയഡ്സ് ഫോർ ടീച്ചേഴ്സ്, ഇതില് കണ്ടിന്യൂസ് ആയിട്ട് ടീച്ചേഴ്സിന് എന്ത് ചെയ്യാൻ കഴിയൂല, ക്ലാസ് എടുക്കാൻ കഴിയില്ല. അപ്പൊ അവർക്ക് ഇടയ്ക്ക് ഫ്രീ പീരിയഡ്സ് പിന്നെ വരുന്നുണ്ടോ എന്നുള്ള ഇത് നോക്കിയിട്ട് വേണം നൽകാൻ. പ്രിൻസിപ്പിൾ ഓഫ് പ്ലേ ആൻഡ് റീക്രിയേഷൻ, അതായത് പ്രിൻസിപ്പിൾ ഓഫ് പ്ലേ ആൻഡ് റീക്രിയേഷൻ എന്ന to avoid boredom, careful consideration must be given to the provision and relaxation and recreation, and the timetable should also include provisions for extracurricular activity. അപ്പോൾ കുട്ടികൾക്ക് ഗ്രൗണ്ട് യൂസ് ചെയ്യാനും അതുപോലുള്ള വേറെ കുറെ കളികൾക്കുമുള്ള സമയം അതിൽ നൽകണം. അതായത് ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ PT പീരിയഡ്, അല്ലെങ്കിൽ പിന്നെ ക്രാഫ്റ്റ് പീരിയഡ്, അങ്ങനെയൊക്കെ കുറെ പീരിയഡ്സ് ഉണ്ടല്ലോ, അതൊക്കെയാണ് ഇതിൽ വരുന്നത്. മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, അതായത് സ്റ്റാഫ് ക്വാളിഫിക്കേഷൻ, experience and room space must be always considered in order to maximize the utilization for all available resource and avoid their waste or unuse. അതായത് ഓരോ സ്റ്റാഫിനും സ്റ്റാഫ് റൂം, അവിടെ തിങ്സ് ഒക്കെ വെക്കാനും അതേപോലെ ആ തിങ്സ് ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വിനിയോഗിക്കൊക്കെ വേണം. ഇലാസ്റ്റിസിറ്റി, ടൈം ടേബിൾ വളരെ ലളിതമായിരിക്കണം, ആർക്കും ഒരു കടുപ്പുള്ള പോലെ തോന്നാതെ ആവശ്യാനുസരണം മാറ്റം വരുത്താനും പറ്റണം. ഓക്കെ, അതായത് ഇന്നിപ്പോ ഈ ടീച്ചർക്ക് കുറച്ച് ഫസ്റ്റ് അവർ അവിടെ എൻഗേജ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ മാറ്റാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതില് വേറെ ടീച്ചേഴ്സ് ആ സമയത്ത് ഫ്രീ ആയെങ്കിൽ മാത്രമല്ലേ ഈ ക്ലാസ് എൻഗേജ് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള ഒരു സംവിധാനം കൂടെ ടൈം ടേബിൾ ഇടുന്ന സമയത്ത് നോക്കേണ്ടതാണ്.